മലേഷ്യയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യു.എസ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും അമേരിക്കയും 10 വർഷത്തെ പുതിയ പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാറിൽ ഒപ്പിട്ടത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം മുമ്പൊരിക്കലും ഇത്ര ശക്തമായിരുന്നില്ലെന്നും കരാർ ഇന്ത്യ-യു.എസ്. പ്രതിരോധ പങ്കാളിത്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും യു.എസ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. പ്രാദേശിക സ്ഥിരതയ്ക്കും പ്രതിരോധത്തിനുമുള്ള ഒരു മൂലക്കല്ലെന്നാണ് ഹെഗ്സെത്ത് കരാറിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധവും ഏകോപനവും സാങ്കേതിക സഹകരണവും വർദ്ധിപ്പിക്കുകയാണെന്നും ഹെഗ്സെത്ത് പറഞ്ഞു. ഇന്ത്യ-യു.എസ്. ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു. കരാറുമായി ബന്ധപ്പെട്ട് 3 തവണ ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതിയ കരാറിൽ ഒപ്പുവയ്ക്കുന്നതോടെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുമെന്ന് കരുതുന്നതായും ഇന്ത്യ-യു.എസ്. ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന ഉറപ്പുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെ സൈന്യങ്ങൾക്കും ഇതൊരു സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.